ഹായ് നമസ്കാരം. ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഈ ഒരു സമയത്ത് നിങ്ങളുടെ വളർച്ചയിൽ ഏതെങ്കിലും ഒരു വ്യക്തി അസൂയപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു കണ്ടെത്തലാണ്. അപ്പോൾ ഓർക്കുക, ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്. ഇതിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുന്ന ഭാഗങ്ങൾ മാത്രം സ്വീകരിച്ച് അല്ലാത്ത കാര്യങ്ങളെ വിട്ടേക്കുക. അപ്പോൾ നമുക്ക് നോക്കാം, ഈ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ വളർച്ചയിൽ അസൂയപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. 10 of Swords, Nine of Cups, King of Swords, Hierophant, Five of Wands, Seven of Swords, ജസ്റ്റിസ്. ഓക്കെ, ഇത്രയും കാർഡാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് ഏതെങ്കിലും ഒരു വ്യക്തി നിങ്ങളുടെ വളർച്ചയിൽ അസൂയപ്പെടുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും എസ് ആണ് കാണിക്കുന്നത്. 10 ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി വളരെയധികം ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ഓരോ വളർച്ചയും ഈ ഒരു വ്യക്തിയെ അവരുടെ മനസ്സമാധാനം തന്നെ ഇല്ലാതാക്കി കളയുന്ന ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നെത്തിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇവർ വളരെയധികം അവർക്കൊരു വേദനയായിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാകുന്നത് ആ ഒരു വ്യക്തിക്ക് വളരെയധികം വേദനയാണ്. അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയുടെ ജീവിതം നോക്കുമ്പോൾ ഈ ഒരു വ്യക്തി ഒരു സമാധാനമായ ഒരു അവസ്ഥയിലൂടെ അല്ല ഈ ഒരു സമയത്ത് പോകുന്നതായിട്ട് കാണിക്കുന്നത്. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണെന്ന് കാണിക്കുന്നുണ്ട്. കൂടാതെ ഒരു 9 ഓഫ് കപ്സ് കിട്ടുന്നുണ്ട്. ഇത് നിങ്ങളുടെ എനർജിയാണ് കാണിക്കുന്നത്. ഈ ഒരു സമയത്ത്, അതായത് മുൻപെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ നേരിട്ട, ഒരുപാട് ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു വന്ന ഒരു വ്യക്തിയാണ് മുൻപുണ്ടായിരുന്ന നിങ്ങൾ. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പല കാര്യങ്ങളും നിങ്ങൾ ഒറ്റയ്ക്ക് നേടിയെടുത്തതായിട്ട് കാണിക്കുന്നുണ്ട്. അതിൻ്റെയൊക്കെ ഒരു ഭാഗമായിട്ട് ഈ ഒരു സമയത്ത് വളരെയധികം സന്തോഷത്തോടും സമാധാനത്തോടും കൂടി ഇരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ എല്ലാ തരത്തിലും നിങ്ങൾ മറ്റുള്ളവർക്ക് മുന്നിൽ ഒരു തല ഉയർത്തി നിൽക്കുന്ന ഒരു എനർജിയാണ് കാണിക്കുന്നത്. അതായത് മുൻപ് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ വേദനയോടെ കരഞ്ഞുകൊണ്ട് നിന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്നൊക്കെ തിരികെ വന്ന് മറ്റുള്ളവരുടെ മുന്നിൽ വളരെയധികം ഒരു തല ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടു കൂടി നടക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. ഇത് ഈ ഒരു വ്യക്തിയെ വളരെയധികം ബുദ്ധിമുട്ടിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കാരണം ഈ ഒരു വ്യക്തി നിങ്ങളെക്കുറിച്ച് ഈ ഒരു രീതിയിലോട്ട് വരുമെന്ന് കരുതിയിരുന്നില്ല. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു വളർച്ച അവർക്ക് വളരെയധികം ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. കാരണം അവർക്കിതൊന്നും നിങ്ങൾ ഈ ഒരു രീതിയിലായതുപോലെ ആ ഒരു വ്യക്തിക്ക് ആകാനായിട്ട് സാധിച്ചിട്ടില്ല എന്നുള്ളൊരു ചിന്ത അവരെ വളരെയധികം വേദനിപ്പിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടാതെ ഒരു കിങ് ഓഫ് സോർട്സ് കിട്ടുന്നുണ്ട്. അതായത് മുൻപ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വ്യക്തിക്ക് വളരെയധികം ഒരു പ്രാധാന്യം നിങ്ങൾ കൊടുത്തിരുന്ന ഒരു വ്യക്തിയായിരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടാതെ നിങ്ങൾ വളരെയധികം വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷേ ഏകദേശമൊക്കെ ഈ ഒരു വ്യക്തിയെ കുറിച്ച് അതായത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ആ ഒരു വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് അറിയാമെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ ആ ഒരു വ്യക്തിയോട് ഒരു അകൽച്ച പാലിച്ചു നിൽക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. ഒരു ബൗണ്ടറി വെച്ചിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. കൂടാതെ ഒരു ഹീറോഫെന്റിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വളരെയധികം അറിയാവുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങളുടെ കുടുംബത്തിലുള്ള ഒരു വ്യക്തിയാണ്. അതുപോലെ തന്നെ അതായത് നിങ്ങളുടെ വളർച്ചയിൽ അസൂയപ്പെടുന്ന ഈ ഒരു വ്യക്തി ഒരുപാട് അവർ എനിക്ക് ഭയങ്കര വിശ്വാസമാണ്, അല്ലെങ്കിൽ ഞാൻ ഭയങ്കര ദൈവവിശ്വാസിയാണ് എന്ന രീതിയിൽ നടക്കുന്ന ഒരു വ്യക്തിയൊക്കെ ആയിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇവർ ഒരുപാട് പഴയ രീതികൾ പിന്തുടരുന്ന ഒരു വ്യക്തിയുടെ എനർജിയൊക്കെ കാണിക്കുന്നുണ്ട്. കൂടാതെ ഒരു 5 ഓഫ് വാൻഡ്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. അതായത് ഈ ഒരു വ്യക്തി കാരണം നിങ്ങൾക്ക് മുൻപ് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നാണ് ഈ ഒരു കാർഡ് പറയുന്നത്. അതായത് ഒന്നിലധികം വ്യക്തികൾ, അതായത് ഈ ഒരു വ്യക്തിയും കൂടെ മറ്റൊരു വ്യക്തിയും ചേർന്ന് നിങ്ങളെ പലതരത്തിൽ ബുദ്ധിമുട്ടിച്ചതായിട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ അതിൽ നിന്നൊക്കെ പുറത്തു വന്നതായിട്ടാണ് കാണിക്കുന്നത്. കൂടാതെ 7 ഓഫ് സോർട്സിന്റെ എനർജി കിട്ടുന്നുണ്ട്. ആ ഒരു വ്യക്തി ഇപ്പോഴും നിങ്ങൾ ആ ഒരു വ്യക്തിയെ കാണാറുണ്ടെന്നാണ് ഈ ഒരു കാർഡ് കാണിക്കുന്നത്. കൂടാതെ ഈ ഒരു വ്യക്തി അവരുടെ മനസ്സിലുള്ള മുഴുവൻ കാര്യങ്ങളും
ഇപ്പോഴും നിങ്ങളോട് പറയാത്തൊരവസ്ഥ കൂടി കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ മനസ്സിൽ കൊണ്ട് നടക്കുന്നു, നിങ്ങളോട് പറയാതെ. അപ്പോൾ പൂർണ്ണമായിട്ടും ഇപ്പോഴും നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയെക്കുറിച്ച് മനസ്സിലായിട്ടില്ല എന്നാണ് കാണിക്കുന്നത്. ഏകദേശമൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പോലും നിങ്ങൾ അറിയാത്ത കൂടുതൽ സത്യങ്ങൾ ഈ ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടെന്ന് കാണിക്കുന്നുണ്ട്. എന്തൊക്കെയോ കാര്യങ്ങൾ ഇവർ മുൻപ് അതല്ലെങ്കിൽ ഈ ഒരു അടുത്ത സമയത്തായിട്ട് നിങ്ങൾക്കെതിരെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തതായിട്ട് കാണിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള മോശം കാര്യങ്ങൾ ഈ ഒരു വ്യക്തി പറഞ്ഞു നടക്കുന്നുണ്ടായിരിക്കാം. അതായത് അതിലൊരു സത്യവുമില്ലാത്ത കാര്യങ്ങളാണ്, പക്ഷെ ഇവർ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ അറിയാതെ പറഞ്ഞു നടക്കുന്ന ഒരു എനർജി കാണിക്കുന്നുണ്ട്. താമസിയാതെ അവർ പറഞ്ഞു നടക്കുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. കൂടാതെ ഒരു ജസ്റ്റിസ് കിട്ടിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്കൊരു നീതി ലഭിക്കുന്ന എനർജി കാണിക്കുന്നുണ്ട് കേട്ടോ. അതായത് ഒരുപാട് പേർ ഈ ഒരു വ്യക്തി എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു നടക്കുന്നത് കാരണം നിങ്ങളെ തെറ്റിദ്ധരിച്ച ഒരു എനർജി കാണിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു തെറ്റിദ്ധാരണ മറ്റുള്ള ആളുകൾക്ക് ഈ ഒരു വ്യക്തി കൊടുത്ത തെറ്റിദ്ധാരണ അത് മാറും. നിങ്ങൾക്ക് ഇവിടെ നീതി ലഭിക്കുമെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് തെറ്റുകൾ ചെയ്തൊരു വ്യക്തിയാണ് ഈ പറഞ്ഞു നടക്കുന്ന ആ ഒരു വ്യക്തി. ഒരുപാട് തെറ്റുകൾ ചെയ്ത വ്യക്തിയാണ്. അതിൻ്റെയൊക്കെ ഭാഗമായിട്ട് ഇവിടെ ഒരു കർമ്മ പ്രവർത്തിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഒരു കാലം കണക്ക് ചോദിക്കുന്ന ഒരു സമയം വന്നിരിക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലൂടെയൊക്കെ ഈ ഒരു വ്യക്തി കടന്നു പോകും എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് ഒരു വ്യക്തി നിങ്ങളുടെ വളർച്ചയിൽ അസൂയപ്പെടുന്നുണ്ട്. ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അറിയാവുന്ന വ്യക്തിയാണ്, നിങ്ങളുടെ ഫാമിലിയിലുള്ള ഒരു വ്യക്തിയായിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ നിങ്ങൾക്ക് നീതി ലഭിക്കും, കാലം അതിനുള്ള ഒരു കണക്ക് ചോദിക്കുമെന്നാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് കിട്ടിയിരിക്കുന്ന റീഡിംഗ്. ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവർക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നന്മ വരട്ടെ. താങ്ക് യു.